ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടാൻ ഒരുങ്ങി നമുക്ക് ദൈവത്തിന് മുമ്പായിരിക്കാം. വേദപുസ്തകത്തിൽ ഒടുവിലത്തെ ഒരു ദർശനമാണ് 21 അധ്യായം. 22 അധ്യായമുണ്ട്, പക്ഷേ അതിനകത്ത് പ്രത്യേക ദർശനങ്ങളില്ല. അത് പുസ്തകത്തിൻ്റെ ഒരു ഉപസംഹാരമാണ് 22 അധ്യായം. എന്നാൽ 21 അധ്യായത്തിൽ ഒടുവിലത്തെ ദർശനം വിശദീകരിച്ചിരിക്കുകയാണ്. അത് സ്വർഗത്തിലെ സംഭവമാണ്. സ്വർഗത്തിൽ ഒരു ദൂതൻ, യോഹന്നാൻ അപ്പോസ്തലൻ, അദ്ദേഹമായിരുന്നല്ലോ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏതോ എഴുതണമെന്ന് തോന്നി എഴുതിയതൊന്നല്ല. അദ്ദേഹത്തെ ആത്മവിവശതയിലാക്കി. ആത്മവിവശത എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആളിൻ്റെ ആളത്വത്തെ മൊത്തം അങ്ങ് നിറച്ചിട്ട് കുറേ കാര്യങ്ങൾ കാണിച്ചു. ആ കാണിച്ച കാര്യങ്ങൾ എഴുതാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എഴുതിയ എഴുത്ത് അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിൽ, ഇപ്പം നമ്മൾ വായിച്ച ഭാഗത്ത് ആ 21 അധ്യായത്തിൻ്റെ 9, 10 വാക്യങ്ങൾ നമ്മൾ വായിച്ചത് എന്താണ്? അന്ത്യപാത 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അടുത്ത് അവൻ എന്നെ ആത്മവിവശതയിൽ, പിന്നെയും തനിക്ക് ആത്മവിവശതയുണ്ടായി. ആത്മവിവശത എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ഒന്നുകൂടെ പറയുന്നു. കേവലം ആത്മസ്നാനം അല്ലത്, ആത്മാവിൻ്റെ ഒരു പ്രേരണയും അല്ലത്. ആത്മാവിൻ്റെ വിവശത എന്ന് പറഞ്ഞാൽ ആളിൻ്റെ മേൽ മൊത്തം ദൈവാത്മാവ് ഇറങ്ങി വന്നിട്ട് തൻ്റെ ചിന്തയെയും തൻ്റെ വിചാരത്തെയും വികാരങ്ങളെയും സകലത്തെയും ആത്മാവ് നിയന്ത്രിച്ച് മൊത്തം ആത്മനിയന്ത്രണത്തിലാവുന്ന ഒരനുഭവത്തിന് പറയുന്ന പേരാണ് ആത്മാവിൻ്റെ വിവശത. അപ്പോൾ പിന്നെ അവിടെ സ്വയമില്ല, തൻ്റെ ബുദ്ധിയിൽ നിന്നല്ല പറയുന്ന കാര്യങ്ങളൊന്നും പറയുന്നു. അങ്ങനെ ആത്മവിവശത പിന്നെയും തനിക്കുണ്ടായി. ഓരോ ഭാഗത്തും അങ്ങനെ ആവർത്തിച്ച് പറയുന്ന പ്രയോഗമുണ്ട്. ആത്മവിവശതയിൽ ഒരു മലയിൽ കൊണ്ടുപോയി, ഇന്നൊരു വൻ മലയിൽ കൊണ്ടുപോയി കാണിക്കാം എന്ന് പറഞ്ഞത് അവിടെ പറയുന്നു. ദൂതൻ പറയുകയാണ്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി. എന്നിട്ട് 19 അധ്യായത്തിൽ നമ്മൾ വായിച്ചത് അതിന് മുമ്പുള്ള ഭാഗമാണ്. എന്നാൽ ഇതിനോട് ബന്ധപ്പെട്ട അതേ പ്രയോഗമാണ്. ആ പ്രയോഗം പറയുന്നത് നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. എന്താ കാരണം? കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അപ്പം ഇവിടെ ഈ പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം പെട്ടെന്ന് ആളുകൾക്കെല്ലാം മനസ്സിലാകുന്ന ഭാഷയിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പൊതുവെ കുറേ സാദൃശ്യ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാദൃശ്യ ഭാഷയ്ക്ക് ശരിയായ വ്യാഖ്യാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാവൂ. വെളിപ്പാട് പുസ്തകം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ അർത്ഥം എല്ലാം മനസ്സിലാകത്തക്ക തരത്തിലല്ല പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിന് വ്യാഖ്യാനം വേണം. അപ്പം അങ്ങനെയുള്ള ഈ പുസ്തകത്തിലെ ഈ വാക്കുകളുടെ അർത്ഥം ഒരല്പ കാര്യങ്ങൾ ഇന്ന് പറയാൻ എനിക്ക് നിയോഗം തന്ന കാര്യങ്ങൾ ഒന്ന് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഗൾഫിലും കണ്ടല്ലേ അല്ലേ? ഗൾഫിലല്ലേ ജോലി ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ പാട്ട് പാടാൻ വേണ്ടി ഇവിടെ വന്നു. ഗുഡ്. നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസിൻ്റെ മകൻ, താങ്ക് യു വെരി മച്ച്. ദൈവം നൽകിയ കൃപകൾ ഉപയോഗിക്കുന്നതിൽ വളരെ വളരെ സന്തോഷം. നമ്മുടെ കൺവെൻഷന് പാടാൻ വന്നതിൽ നല്ലൊരു കൈയടി കൊടുക്കാവോ?
താങ്ക് യു. ജെയിംസും നമുക്ക് ഈ സെക്ഷൻ കാര്യങ്ങളിലെല്ലാം ഇവർ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുന്ന രണ്ടുപേരാണ്, ജെയിംസും സാബുവും. അതുകൊണ്ട് അവരെ ഏത് കാര്യത്തിനും ഈ കമ്മിറ്റിക്കാരുടെ കൂടെ എപ്പോഴും കാണും. അതുകൊണ്ട് എപ്പോഴും ഞാൻ കാണുന്ന ആളുകളാണ്. അങ്ങനെ സഭയ്ക്ക് വേണ്ടിയുള്ള ഉത്സാഹം കമ്മിറ്റിയെ കയറിയും വെച്ച് പിന്നെ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ കമ്മിറ്റിക്ക് പലർത്തുമുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും എപ്പോഴും ഇതിനകത്തുണ്ടെന്നുള്ളത് അത് പ്രത്യേക അഭിനന്ദനം വേണ്ട കാര്യമാണ്. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. വചനത്തിലേക്ക് വരും. സ്വർഗത്തിൽ ഭയങ്കര സന്തോഷം. ആ സന്തോഷം നോക്കൂ. സ്വർഗത്തിൽ പറയുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ഭയങ്കര സന്തോഷം. എന്നിട്ട് വിളിച്ചു കാണിക്കുകയാണ്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ അല്പം വ്യാഖ്യാനം വേണം. ഞാൻ ഈ പറയുന്ന വചനം കേവലം ഇതിനകത്ത് മാത്രമല്ല, അല്പം പുറത്തോട്ടൊക്കെ പോകുന്ന കാര്യമാണ്. തന്നെയല്ല പലയിടത്തും ഇരുന്ന് ഓൺലൈനും പോകുന്നുണ്ട്, തോന്നില്ലേ? അപ്പോൾ ആളുകൾക്ക് നല്ലപോലെ മനസ്സിലാകണം. ഞാൻ പറയുന്ന എല്ലാം മനസ്സിലാക്കണം എന്ന നിർബന്ധക്കാരനാണ് ഞാൻ. അപ്പം അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഒന്ന്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു. രണ്ട്, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടി തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പം ഈ രണ്ട് പ്രയോഗം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ. എന്താണ് ഈ പറയുന്ന കുഞ്ഞാട് എന്ന് പറയുന്നത്? കുഞ്ഞാടെന്ന വാക്കിൽ നാട്ടിലെ സാധാരണ അർത്ഥം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞാടെന്നാണ്. എന്നാൽ വേദപുസ്തകം പറയുന്ന അങ്ങനെയുള്ള ഒരു കുഞ്ഞാടല്ലിത്. ഈ കുഞ്ഞാട് എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തു ലോകത്തിൽ ശുശ്രൂഷയ്ക്ക് വന്ന് പരസ്യമായി പ്രത്യക്ഷപ്പെടുന്ന സമയം. കുറേ നാൾ യേശു വീട്ടിൽ താമസിച്ചു. അതിനുശേഷം പരസ്യമായി രംഗത്ത് വരുന്ന സമയം യേശുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരുത്തനെ ദൈവം ജനിപ്പിച്ചിരുന്നു. അത് യോഹന്നാൻ സ്നാപകനാണ്. അദ്ദേഹത്തിൻ്റെ ജോലി ലോകത്തിന് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പരിചയപ്പെടുത്തിയ ആദ്യത്തെ പ്രയോഗം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിലാണ് യേശുവിനെ പൊതുലോകത്തിന് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എന്താണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം? പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെയാണ് യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അപ്പം ഈ കുഞ്ഞാടെന്ന് പറയുന്നത് യേശുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ട് യേശുവിനെ അങ്ങനെ പരിചയപ്പെടുത്തി എന്നുകൂടെ പറഞ്ഞെങ്കിലേ അതിൻ്റെ അർത്ഥം പൊതുലോകത്തിന് മനസ്സിലാവും. അങ്ങനെ പറയാനുള്ള കാരണം, ലോകത്തിൽ ഏറെക്കുറെ എല്ലാ മതങ്ങളിലും യാഗം നടക്കുന്നു. മൃഗത്തെ അറുത്ത് യാഗം കഴിക്കുന്നു. യഹൂദ മതത്തിൽ ദൈവം നിയമിച്ച കുറേ യാഗങ്ങളുണ്ടായിരുന്നു. ഈ യാഗം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണെന്നോ അതിൻ്റെ അർത്ഥം യാഗം കഴിക്കുന്നവർക്ക് വരുമ്പോൾ അത് അറിയണമെന്നില്ല. യാഗം കഴിക്കുന്നതിൻ്റെ അർത്ഥം, മൃഗത്തെ അറുത്ത് യാഗം കഴിക്കുന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ള അടിസ്ഥാന കാര്യം. അടിസ്ഥാനം. പാപം മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. വേദപുസ്തകം പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അല്ലാത്ത ഒരു മനുഷ്യനും അഖിലാണ്ടത്തിൽ ഇല്ല. അപ്പം എങ്ങനെ എല്ലാവരും പാപം ചെയ്തു എന്ന് പറയുന്നത്? എല്ലാവരും പാപിയാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പാപം ഗൗരവമായ കുറ്റമായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. മനുഷ്യനിലെ തിന്മ, മനുഷ്യനിലെ ദോഷം, അഥവാ ഈ പാപം എന്ന് പറയുന്നത് ഇതിനകത്ത് കുടികിടക്കുന്ന മനുഷ്യനിലെ തെറ്റ്. ആ തെറ്റ് മനുഷ്യനിലെ തെറ്റിലേക്ക് പിന്നെയും നടത്തുന്നു, തെറ്റിൻ്റെ പ്രവൃത്തികളിലേക്ക് കൊണ്ടുപോകുന്നു. ആ തെറ്റ് ജീവിതം മൊത്തം വ്യാപരിച്ചിരിക്കുന്നു എന്നാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ തെറ്റുണ്ട്. തലയ്ക്കകത്ത് ചിന്തയിൽ തെറ്റുണ്ട്. നോക്കുന്നത് അരുതാത്ത കാര്യങ്ങളിലേക്ക് നോക്കും. കേൾക്കുന്നത് രസം, കണ്ണത്തിന് ഇഷ്ടം വരത്തക്കവണ്ണം രസമുള്ള സഭ്യമല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്ന ധാരാളം ഉണ്ട്. വർത്തമാനം
മനുഷ്യന് ദോഷം വരുത്തുന്ന, മുറിപ്പെടുത്തുന്ന എത്രയെത്ര വാക്കുകൾ മനുഷ്യർ ഉപയോഗിക്കുന്നു. അതിൽ രസം കണ്ടെത്തുന്ന ആളുകളും ഉണ്ട്. കൈ കൊണ്ട് മനുഷ്യനെ അടിക്കുന്നില്ലേ? മനുഷ്യൻ ദോഷം വരുത്തുന്ന എഴുത്തുകൾ ചെയ്യുന്നില്ലേ? എത്രയോ വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ കൈകൊണ്ട് ഇന്നത്തെ ഭാഷയ്ക്ക് മൗസ് എടുത്ത് ക്ലിക്ക് ചെയ്യുന്നു, കൈകൊണ്ട് ചെയ്യുന്നില്ലേ? പലയിടങ്ങളിലും ഈ കാലും കൊണ്ട് പോകുന്നില്ലേ? വേണ്ടാത്തിടത്തേക്ക്, തെറ്റിലേക്ക് പോകുന്നില്ലേ? ഹൃദയത്തിൽ പലപ്പോഴും അകത്തിരിക്കുന്നത് എല്ലാം നല്ല ചിന്തയാണോ? അല്ലല്ലോ. എന്നും മാത്രം അശുദ്ധി ഹൃദയത്തിനകത്ത് കിടക്കുന്നു. അങ്ങനെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ തെറ്റുകൂടി കൊള്ളുന്നവനാണ് മനുഷ്യൻ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, റോമാലേഖനത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണം 3:10 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. അങ്ങനെ ഓരോ അവയവങ്ങളിലും തെറ്റ് വ്യാപരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഗൗരവമാണ്, അത് കുറ്റകരമാണ്. ആ കുറ്റത്തിന് പരിശുദ്ധനായ നീതിയുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ, സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പാകെ മനുഷ്യൻ കണക്ക് പറയണം. ജീവിതം തന്നിട്ടില്ലേ? ആരോഗ്യം തന്നിട്ടില്ലേ? ബുദ്ധി തന്നിട്ടില്ലേ? ഭൂമിയിൽ ജീവിക്കാൻ പ്രാണവായു തരുന്നില്ലേ? എല്ലാം തരുന്നില്ലേ? ആ ദൈവത്തിൻ്റെ മുമ്പാകെ മര്യാദയ്ക്ക് ജീവിക്കേണ്ടതിന് പകരം, നേരെ ജീവിക്കേണ്ടതിന് പകരം തെറ്റിലേക്ക് പോയാൽ ബുദ്ധിമാനായ മനുഷ്യൻ, സ്വതന്ത്ര ഇംഗിതത്തോടെ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ, യുക്തിയുള്ള മനുഷ്യൻ, മൃഗത്തെ പോലെ അല്ലല്ലോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നാം ഉത്തരവാദികളാണ്. ഒരു മൃഗം താൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉത്തരവാദിത്വമുള്ളതല്ല. മനുഷ്യൻ ഏത് പ്രവൃത്തിക്കും ഉത്തരവാദിത്വമുള്ളവരാണ്. അങ്ങനെ അതിന് ശിക്ഷയുണ്ടെന്നും, ആ ശിക്ഷ എന്തെന്ന് റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എല്ലാവരും പാപം ചെയ്തു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. അങ്ങനെയാണെങ്കിൽ എസ്കേൽ 18:4 കൂടെ ചേർത്ത് പറഞ്ഞാൽ അവിടെ പറയുന്ന പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിനുള്ള ശിക്ഷ മരണമാണ്. ഉണ്ടാക്കിയവനെ ബഹുമാനിക്കാത്തതിൻ്റെ ശിക്ഷ. എന്തിനുണ്ടാക്കിയോ? ഇത് മര്യാദയ്ക്ക് നേരെ ചൊവ്വേ ജീവിക്കാനും മനുഷ്യന് തനിക്ക് ഗുണം ചെയ്യാൻ, തൻ്റെ കുടുംബത്തിന് ഗുണം ചെയ്യാൻ, സമൂഹത്തിന് ഗുണം ചെയ്യാൻ ഉണ്ടാക്കിയതാണ് മനുഷ്യനെ. അതിന് വിപരീതമായി പോയാൽ അതിന് ശിക്ഷയുണ്ടാകും എന്നുള്ള സാമാന്യ ബുദ്ധിയാണ്. രാജ്യത്തിൻ്റെ നിയമം ലംഘിച്ചാൽ അതിന് ശിക്ഷയില്ലേ? സമൂഹത്തിൻ്റെ നിയമം ലംഘിച്ചാൽ സമൂഹത്തിന് ശിക്ഷയില്ലേ? അപ്പം അങ്ങനെയെങ്കിൽ സകലത്തെയും ഉണ്ടാക്കിയ, നമ്മെയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് ജീവിച്ചാൽ ശിക്ഷയുണ്ടാകും എന്നുള്ളത് ന്യായമാണ്, തീർത്തും യുക്തിപരമാണ്. മതത്തിൻ്റെ ഭീഷണികളല്ലിത്. ഇത് ദൈവത്തിൻ്റെ സത്യമാണ്. മനുഷ്യൻ്റെ മനസാക്ഷി തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്തു, നിനക്ക് ശിക്ഷ വരുമെന്ന് അകത്തിരുന്നുകൊണ്ട് പറയാറില്ലേ? അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ എല്ലാവരെയും കൊല്ലണം, ഒരാളും നീതിമാനായിട്ടില്ല. അങ്ങനെ വന്നാൽ പിന്നെ ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യനില്ല. ഇതിനെ രക്ഷിക്കാനൊരു മാർഗം വേണം. വേറൊരാൾക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല. കാരണം ആ ആൾ ഇതേ പിടിയിലാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തനായ ഒരാൾ അഖിലാണ്ടത്തിലില്ല, ഉണ്ടായിട്ടില്ല, മേലാലും ഉണ്ടാവില്ല. എന്നാൽ ഒരുത്തൻ ഇതിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഒരുത്തൻ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വന്നു. കന്യക മറിയയിൽ ജനിച്ചു. സ്ത്രീ പുരുഷ സമ്പർക്കം ഇല്ലാതെ ദൈവം ജഡമെടുത്തു വന്നു. വന്നതിൻ്റെ ഉദ്ദേശം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി മനുഷ്യകുലത്തെ രക്ഷിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് അവരുടെ മതപശ്ചാത്തലത്തിൽ ആണ്ടിലൊരിക്കൽ ഈ യഹൂദന്മാർക്കൊരു വലിയ പെരുന്നാളുണ്ടായിരുന്നു. ആ പെരുന്നാൾ മഹാപാപ പരിഹാര ദിവസം എന്ന് പറയുന്നൊരു പെരുന്നാളായിരുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പെരുന്നാൾ. മഹാപാപ പരിഹാരം, ആ പേര് തന്നെ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നു. പാപത്തിൻ്റെ വലിയ പരിഹാരം ഉണ്ടാക്കുന്ന പെരുന്നാൾ. അവരുടെ ഒരാണ്ടത്തെ പാപത്തിന് പരിഹാരം വരുത്തി കൊടുക്കുന്ന പെരുന്നാളാണത്. അതിനു വേണ്ടി ഒരാടിനെ അറുക്കും, വേറൊരാടിനെ ഒരു പ്രത്യേക തരത്തിൽ പാപം ചുമത്തി പറഞ്ഞു വിടും. അങ്ങനെ അന്ന് 2 ആട് അവരുടെ സമൂഹത്തിൽ കൊണ്ടൊരു ആണ്ടുതോറും, അതൊരു കൃത്യ ദിവസമാണ്. ആ ദിവസം, ഞാൻ ഒന്നുകൂടെ പറയുന്നു,
ഇസ്രയേലിലെ സമൂഹത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ഒരാടിനെ അറക്കും. അത് ഒരാണ്ടത്തെ പാപത്തിന് പരിഹാരം വരുത്തി കൊടുക്കും. അതോടെ ആ ഒരാണ്ടത്തെ പാപം ക്ഷമിച്ച് കിട്ടി. പക്ഷെ അത് ഇസ്രയേലിന് മാത്രമേ ഗുണമുണ്ടൂ. ഇസ്രയേലിൻ്റെ ഒരാണ്ടത്തെ പാപത്തിനെ പരിഹാരം വരുത്തുകയുള്ളൂ. എന്നാൽ വാസ്തവത്തിൽ ഇത് ഒരാണ്ടത്തെ പരിഹാരം പോരാ, മുഴുവൻ ജീവിതത്തിനും പരിഹാരം വേണം. ഇസ്രയേലിന് മാത്രം പാപപരിഹാരം ഉണ്ടായാൽ പോരാ, ഭൂമിയിൽ മനുഷ്യരായി ജനിച്ച സകലർക്കും പാപപരിഹാരം ഉണ്ടാവണം, എല്ലാവർക്കും രക്ഷയുണ്ടാകണം. അതിന് ഒറ്റ മാർഗം, ദൈവം, മനുഷ്യനല്ല, മതക്കാരനല്ല, ദൈവം ശരീരമെടുത്ത് ഭൂമിയിൽ വന്ന് ആ ആടിനെ പോലെ കാൽവറി ക്രൂശിൽ നമുക്ക് പകരം, സകല മനുഷ്യജാതിക്കും പകരം മരിച്ചു. ആ മരണം ഒരു യാഗമാണ്, കേവലം ആരും കൊന്നതല്ല. സകല മനുഷ്യന്റെയും പാപം തന്റെ മേൽ ഏറ്റെടുത്ത് സകല മാനവജാതിക്കും വേണ്ടി യേശു മരിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ മരിച്ചാൽ രക്തസാക്ഷികൾ ഒരുപാട് പേരുണ്ട്, സമൂഹത്തെ രക്ഷിക്കാൻ മരണപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇതങ്ങനെയല്ല. മരിച്ചിട്ട് 3-ാം ദിവസം മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ അവിടുത്തെ മരണം എന്തിനെന്നും പറഞ്ഞ കാര്യം സത്യമാണെന്നും തെളിഞ്ഞു. ഭൂമിയിൽ ഇന്നുവരെ ഒരാളും മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാതിരിക്കെ ഒരുത്തൻ മാത്രം, അഖിലാണ്ടത്തിൽ ചരിത്രത്തിൽ ഒരുത്തൻ മാത്രം, യേശു ക്രിസ്തു മാത്രം മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ താൻ കഴിച്ച യാഗം ദൈവം അംഗീകരിച്ചുവെന്നും മുഴുവൻ ലോകത്തിനും പാപപരിഹാരം വരുത്താൻ ഇത് മാർഗമാണെന്ന് തെളിയിച്ചു. അന്നു മുതൽ ഇന്നുവരെ, ജീസസ് ഒന്നുകൂടെ പറയുന്നു, അന്നു മുതൽ ഇന്നുവരെ സകല ഗോത്രത്തിൽ നിന്നും, സകല ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ജാതിയിൽ നിന്നും, രാജ്യങ്ങളിൽ നിന്നും പാപം പോക്കി ശുദ്ധീകരിക്കപ്പെട്ട മതമല്ല, എടുത്തു പറയുന്നു, തെറ്റിൽ നിന്നും മോചനം പ്രാപിച്ച, മദ്യപാനത്തിൽ നിന്ന് മോചനം പ്രാപിച്ച, കുലപാതകത്തിൽ നിന്ന് മോചനം പ്രാപിച്ച, ദുർമാർഗത്തിൽ നിന്ന് മോചനം പ്രാപിച്ച, മോഷ്ടാക്കൾ രക്ഷപ്പെട്ട, കുലപാതകന്മാർ രക്ഷപ്പെട്ട് നീതിക്കാരായി തീർന്ന കോടി കോടി മനുഷ്യർ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിരിക്കുന്നു. ഇന്നും ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങളും ആ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി പാപം മോചനം പ്രാപിച്ചവരാണ്. ഇതിന് സാക്ഷികൾ അഖിലാണ്ടം മുഴുവനുണ്ട്. ആ കാര്യം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ സംഭവിച്ച കാര്യമാണ്. കേവലം പാപക്ഷമയല്ല, ക്ഷമ നൽകുന്ന കൂട്ടത്തിൽ മനുഷ്യരെ ശുദ്ധീകരിച്ച് തെറ്റ് നീക്കി അവരെ വിശുദ്ധരാക്കി തീർക്കുന്ന ദൈവിക പ്രവൃത്തി യേശു ക്രിസ്തുവിലൂടെ നടക്കുന്നു. അതാണ് പെന്തിക്കോസ്തു സമൂഹത്തിന് ലോകത്തോടുള്ള സുവിശേഷം. ഇത് മതമല്ല. ഈ മതത്തിൽപ്പെട്ടത് കൊണ്ട്, ഈ സഭയിൽപ്പെട്ടത് കൊണ്ടോ, ഈ സഭയിലെ കുടുംബത്തിൽ ഒരു കുഞ്ഞായി ജനിച്ചത് കൊണ്ടോ ഇതിന്റെ പുണ്യം കിട്ടും എന്ന് ഞങ്ങൾ പറയുന്നില്ല, കിട്ടില്ല. ഇത് അനുഭവിക്കണമോ? വ്യക്തിപരമായി ഈ യേശുക്രിസ്തുവിന്റെ ശക്തി നിമിത്തം ഇത് അനുഭവിച്ച് രൂപാന്തരപ്പെട്ട മനുഷ്യരാണ് സഭയുടെ അംഗങ്ങൾ. അങ്ങനെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരെ മാത്രമേ പെന്തിക്കോസ്തു സമൂഹം സഭാംഗങ്ങളായി കരുതുന്നുള്ളൂ. അല്ലാത്ത ആരെയും ഈ സമൂഹം സഭാംഗങ്ങളായി കരുതുന്നില്ല. അങ്ങനെ രൂപാന്തരപ്പെട്ട ആളുകൾ ഞങ്ങളുടെ സഭയിൽ അംഗമായി തീർന്നു എന്ന് മാത്രമല്ല, അവർ സ്വർഗരാജ്യത്തിൽ അംഗങ്ങളായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വകയായി അവർ തീർന്നിരിക്കുകയാണ്. അവർ വിശുദ്ധരായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാടെന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ആ കുഞ്ഞാടിനൊരു കാന്തയുണ്ടെന്നും കല്യാണം ശരിയായിരിക്കുന്നു എന്നുമാണ് അടുത്ത പ്രയോഗം. എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം? യേശു ഭൂമിയിൽ വെച്ചോ സ്വർഗത്തിൽ വെച്ചോ ഇനി ഒരു കല്യാണം കഴിക്കും എന്ന് പറയുമ്പോൾ ഭൂമിയിലെ കല്യാണത്തിലുള്ളതുപോലുള്ള ശാരീരിക ലൈംഗിക ബന്ധം അതിനകത്തില്ല. പിന്നെന്താണ് ഇങ്ങനെ ഒരു പ്രയോഗം പറഞ്ഞിരിക്കുന്നത്? കല്യാണമെന്ന പ്രയോഗം പറഞ്ഞിരിക്കുന്നത്. കല്യാണം എന്ന പ്രയോഗം പറയാൻ കാരണം ലോകത്തിലെല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമാണ് കല്യാണം. എല്ലാ സ്ഥലത്തും ഏത് ഭാഷക്കാരുടെയും പരിചയമുള്ളതാണ്
കല്യാണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും സുബോധമുള്ള എല്ലാവർക്കും ഏറെക്കുറെ അറിയാം. എല്ലാം അറിയില്ലെങ്കിലും ഏറെക്കുറെ അറിയാം, എല്ലാ ജാതിക്കാർക്കും. ഇത് മതത്തിൻ്റെ മാത്രം കാര്യമല്ല. കല്യാണം എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ബന്ധങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധമല്ലേ കല്യാണം? ഭർത്താവും ഭാര്യയും തമ്മിൽ അകലമില്ലാത്ത ബന്ധമാണ്. അങ്ങനെ വേണമെന്നല്ലേ കല്യാണത്തിൽ? അപ്പോൾ ഒരു സ്ത്രീ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്, പുരുഷൻ്റെ ഒരിക്കലേക്ക് വരികയാണ്. അവരൊന്നിച്ച് ജീവിക്കുന്നു, ഒന്നിച്ച് നടക്കുന്നു, ഒന്നിച്ചിരിക്കുന്നു, ഒരേ കിടക്കയിൽ കിടക്കുന്നു. രണ്ടായിട്ട് മേലാൽ ജീവിക്കാൻ പാടില്ല. നീ നിൻ്റെ വഴി, ഞാൻ എൻ്റെ വഴി എന്ന് പറയുന്നതല്ലല്ലോ കുടുംബജീവിതം. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഇരുവരും ഏക ദേഹമായി തീരും. അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധം. ഈ ബന്ധത്തിൽ സാധാരണ വേദപുസ്തകത്തിലെ തന്നെ വാക്യം ഉദ്ധരിക്കാം, ലോകം മുഴുവനും സത്യമാണ് തന്നെ എല്ലാ ജാതിയിലും. വചനം പറയുന്നു, ഒരു പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ കല്യാണം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു സ്ത്രീ തൻ്റെ വീട് വിട്ട് ഒരു പുരുഷൻ്റെ കൂടെ പോവുകയാണ്, നിശ്ചയിക്കപ്പെട്ട പുരുഷൻ്റെ കൂടെ. അയാളുടെ കൂടെ അങ്ങ് ജീവിക്കാൻ പോവാ. അയാളെക്കുറിച്ച് ഒത്തിരി കാര്യം അറിഞ്ഞിട്ടാണോ അയാളുടെ കൂടെ ജീവിക്കാൻ പോയത്? ഇന്നത്തെ കാലത്ത് നേരത്തെ ഇച്ചിരി വർത്തമാനം പറയാനും പരിചയപ്പെടാനും സൗകര്യമുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിച്ചു. എന്നാലും കല്യാണത്തിന് മുമ്പ് പറഞ്ഞാൽ ജീവിതം തുറന്നു കാട്ടുമോ? നല്ല മിടുക്കനായി നല്ല ആളായിട്ട് ചമയാനല്ലേ കല്യാണത്തിന് മുമ്പ് ശ്രമിക്കുകയുള്ളൂ. കല്യാണം കഴിഞ്ഞെങ്കിലല്ലേ തനി നിറം വെളിപ്പെടുകയുള്ളൂ. അതുവരെ തനി നിറം വെളിപ്പെടില്ലല്ലോ. അപ്പം അങ്ങനെ ഈ ചെറുക്കൻ്റെ കൂടെ ഞങ്ങളുടെ പഴയ കാലം പറഞ്ഞാൽ, നിങ്ങൾ ഒത്തിരി പേര് ഇച്ചിരി പഴയ ആളുകളാണല്ലോ. നമ്മൾ കല്യാണം കഴിക്കപ്പോൾ നേരത്തെ വർത്തമാനം പറഞ്ഞ് ഫോൺ വിളിച്ച് അവിടെ ഇവിടെയും കറങ്ങാൻ പോയിട്ട് വല്ലതും ആണോ കല്യാണം കഴിച്ചത്? അല്ലല്ലോ. ഒന്ന് കണ്ടു, ഇഷ്ടമാണെന്ന് വീട്ടുകാരോട് പറഞ്ഞു, അങ്ങ് കൊടുത്തു. ചിലരാണെങ്കിൽ കല്യാണ ദിവസമാണ് കണ്ടതുപോലും. അങ്ങനെയും കല്യാണക്കാരില്ലേ? അങ്ങനെയുള്ള നിങ്ങൾ, ഈ ഒരു പെൺകുട്ടി ഈ പുരുഷൻ്റെ കൂടെ പോയത് ഇയാളെ എങ്ങനെയുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടാണോ? അല്ലല്ലോ. അങ്ങ് പോകാൻ തയ്യാറായില്ലേ? പോയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തോ അലറി കരഞ്ഞിട്ടാണോ പോയത്? സ്വന്തം അപ്പനെയും അമ്മയും വിട്ടുപിച്ച് അങ്ങ് പോവല്ലേ? വൈകിട്ടായപ്പോൾ എൻ്റെ ഭാഷയ്ക്ക് പറയാണ്, എന്നെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുവിടണം എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടോ? അങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞെങ്കിൽ ആ പെണ്ണിന് എന്തോ കുഴപ്പമുണ്ടെന്നും, ഇല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ വീട്ടിലെന്തോ കാര്യമായ കുഴപ്പമുണ്ടായി എന്നുമല്ലേ എൻ്റെ അർത്ഥം. അങ്ങ് ഇറങ്ങി അങ്ങ് ധൈര്യത്തോടെ പോകണമെങ്കിൽ തന്നെയല്ല പിന്നെ സ്വന്തം ആ പുരുഷനല്ലേ. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ അതെന്തൊരു ബന്ധമാണ്? ഊഹിക്കാൻ കഴിയാത്തൊരു ബന്ധമല്ലേ? ഭൂമിയിലെ ഒരു മാർമികമായ ബന്ധമല്ലേ? അപ്പം ഏത് ബന്ധത്തെയും പിൻനിരയിൽ തള്ളാൻ കഴിവുള്ള ബന്ധമാണ് വിവാഹബന്ധം. ബാക്കി ഏത് ബന്ധത്തെക്കാളും അടുത്ത ബന്ധമാണ് വിവാഹബന്ധം. ബാക്കി ഏതിനും ആരുമായിട്ട് നിന്നാൽ സ്വല്പം അകലത്തിൽ നിൽക്കണം. പക്ഷെ പുരുഷനും ഭാര്യയും തമ്മിൽ അങ്ങനെ അകലമില്ലാത്ത ബന്ധമാണ്, ഒന്നായിത്തീരുന്ന ബന്ധമാണ്. ബാക്കി നമ്മൾ എത്രയോ പേരോട് സ്നേഹിച്ചു, സഹകരിച്ചു, കൂട്ടുകൂടി. ആ കൂട്ടുകൂടിയിടത്ത് നമ്മൾ ഒരു കൂട്ടുകാരെ വിട്ടിട്ട് വേറൊരു ദേശത്ത് ചെന്നപ്പോൾ വേറെ കൂട്ടുകാരായില്ലേ? കാലം വന്നപ്പോൾ വേറെ കൂട്ടുകാരായില്ലേ? അതിനകത്ത് വല്ല കുഴപ്പമുണ്ടായോ? ഇല്ലല്ലോ. പക്ഷേ കല്യാണ ബന്ധം അങ്ങനാണോ? കാലം കഴിയുമ്പോൾ മാറി മാറി വരുന്ന കൂട്ടുകാരുടെ ബന്ധമാണോ ഇത്? അല്ലല്ലോ. തുടങ്ങിയാൽ മരണം വരെ എൻ്റേതെന്ന് പറഞ്ഞ് സ്വന്തമാക്കിയ ബന്ധം. ആ ബന്ധത്തിൽ എല്ലാം അന്യോന്യം ഏൽപ്പിച്ചു കൊടുത്തതല്ലേ ആ ബന്ധം മുഴുവൻ? ശരീരം ഉൾപ്പെടെ സകലവും ഏൽപ്പിച്ചു കൊടുത്ത ബന്ധം. അത്രയ്ക്കടുത്ത ബന്ധം വേറെ എന്താണ്? യേശുവുമായിട്ടുള്ള ബന്ധം അങ്ങനെയുള്ള ബന്ധമാണ്. ബാക്കി ഏതിനെയും വിട്ടുപോരാൻ തയ്യാറുള്ള ബന്ധം. ഇതിന് സമ്മതിക്കാത്ത അപ്പനാകട്ടെ അമ്മയാകട്ടെ ലോകത്തിലെ ഏത് ബന്ധങ്ങളാകട്ടെ മാറ്റി നിർത്തി ഒന്നാമത്തെ ബന്ധമായി അവിടുന്ന് എൻ്റെ സൃഷ്ടികർത്താവാണ്, എന്നെ ഉണ്ടാക്കിയവനാണ്, എൻ്റെ രക്ഷകനാണ്, നല്ലവനാണ്, ഒരു കാലത്തും തൂക്കില്ല,
അങ്ങയുടെ വീട് സത്യമാണ്. കൂടെ ഞാൻ വന്നാൽ നിശ്ചയമായിട്ടും എന്നും 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 അങ്ങയുടെ കൂടെ താമസിക്കും. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഇഷ്ടം ചെയ്താൽ മരണം വരെ, അവരുടെ മരണം വരെ, അല്ല എൻ്റെ മരണം വരെ അവിടെ കൂടെ കാണും. അതിനപ്പുറത്ത് അവർ കാണില്ല. അവരുടെ കൈ പലപ്പോഴും തോറ്റുപോകും. എല്ലാം നടത്തിത്തരാൻ അവർക്ക് കഴിവില്ല. അവരുടെ പരമാവധി ശ്രമിച്ചാലും അതിനെല്ലാം പരിമിതികളുണ്ടാവും. എന്നാലും മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ് ഉന്നതത്തിൽ ജീവിക്കുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കഴിവുകൾക്ക് ഒരിക്കലും പരിമിതിയില്ല. ഒരു സന്ദർഭത്തിലും എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്ന് വിളിച്ചു പറയുന്ന ഒരുത്തനല്ല. നാളെ വാക്കുമാറില്ല. അവിടുത്തെ സ്വഭാവം നീങ്ങിപ്പോകില്ല. നിത്യനായി സ്വർഗത്തിൽ വസിക്കുന്ന ഒരുത്തൻ മനുഷ്യരെ തൻ്റെ സ്വന്തമാക്കിയെടുക്കുന്നെന്നും അങ്ങനൊരു വലിയ മഹത്വത്തിലേക്ക് മനുഷ്യരെ വിളിക്കുന്നു എന്നും പറയുന്ന സത്യമാണ് ഈ സുവിശേഷ സത്യം. എന്ന് മാത്രമല്ല, ഇവിടുത്തെ പ്രയോഗം ഞാൻ പറയട്ടെ. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കല്യാണം വന്നുവല്ലോ. മുമ്പ് പറഞ്ഞ പ്രയോഗം ഒന്നുകൂടെ ഞാൻ പറയുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ചെറുക്കൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്ന ചടങ്ങല്ലേ കല്യാണം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ശുശ്രൂഷയുണ്ട്, അത് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. ശരിയാണ്, അതൊരു സാമൂഹ്യമായ, ആത്മീകമായ, ദൈവികമായ കാര്യമാണ്. അല്ല ചുമ്മാ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകുന്നതല്ല കല്യാണം. അതിനെ സമൂഹം പോലും മാനിക്കുന്നില്ല. ദൈവവചനപ്രകാരം ദൈവം യോജിപ്പിക്കുന്നതാണ്. അപ്പം ആ ദൈവം യോജിപ്പിക്കുന്നത് വിശുദ്ധമായ കാർമ്മികമായ ശുശ്രൂഷയിലൂടെയാണ്. അപ്പം ആ ശുശ്രൂഷ ചെയ്ത് വേണം പോകാൻ. എന്നിരിക്കലും കല്യാണം എന്ന് പറഞ്ഞാൽ അസൽ അന്ന് തൊട്ട് പെണ്ണിൻ്റെ വീട് ചെറുക്കൻ്റെ വീടല്ലേ. ചെറുക്കൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നതല്ലേ കല്യാണം എന്ന് പറയുന്നത്. അതെന്നെ ഈ വലിയ മണവാളൻ, ഭയങ്കര കാശുകാരൻ, സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ഭൂമി അവിടുത്തേത് വക, ആകാശം അവിടുത്തെ വക, സമുദ്രം അവിടുത്തെ വക, ഇവിടുത്തെ സകല ജീവജന്തുക്കളും അവിടുത്തെ വക. ഇതിനകത്ത് നിക്ഷേപിച്ചു വച്ചിരിക്കുന്ന സകല നിക്ഷേപങ്ങളും പൊന്നും വെള്ളിയും സകല ലോഹങ്ങളും അവിടുത്തെ വക, സകലവും അവിടുത്തെ വകയായിട്ടുള്ള അത്ര അത്യുന്നതനായ ഒരുവൻ ഒരു മുട്ടം വീടുണ്ടാക്കുന്നു. ആ വീടിൻ്റെ വിശദീകരണം കേട്ടാൽ അഖിലാണ്ടത്തിലെ മുഴുവനും വാരിക്കളഞ്ഞിട്ട് പോകാൻ തോന്നും. അത്രയ്ക്കൊരു ഭയങ്കര വീടുണ്ടാക്കി തൻ്റെ ജനത്തെ അവിടത്തേക്ക് കൊണ്ടുപോകാൻ വരുന്നു എന്നാണ് കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുക. സ്തോത്രം. ഈ വഴിക്ക് ഇറങ്ങി തിരിച്ചില്ലേ? ഇറങ്ങി തിരിച്ചത് അവിടുത്തെ കൂടെ പോയി താമസിക്കാം എന്ന് വിചാരിച്ചല്ലേ ഇറങ്ങി തിരിച്ച്? അതിനല്ലേ ഈ മാർഗത്തിൽ വന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് വരേണ്ട കാര്യമില്ലല്ലോ. ഇതിനകത്ത് ഇച്ചിരി കർശനമാണ്. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും ഈ യാഥാസ്ഥിതിക പെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ ചില കർശനക്കാരായ ഉപദേഷ്ടാക്കളും നിയമങ്ങളും ഒക്കെ ഉള്ളതാണ്. ഏറെക്കുറെ നിങ്ങളൊക്കെ അതനുസരിച്ച് വന്നിരിക്കുന്നവരല്ലേ. ഈ സ്ത്രീകൾ പണ്ട് ആഭരണം ഉപയോഗിച്ചവർ അത് ഊരിക്കളഞ്ഞ് വെച്ച് വരുന്നത് വലിയ പാടല്ലായിരുന്നു, ഭയങ്കര പാടല്ലായിരുന്നു. എന്നാലും അതും ഊരിക്കളഞ്ഞില്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചപ്പോൾ എല്ലാവരും വെരി ഗുഡ്, നല്ലതാ കുഞ്ഞ്, പൊയ്ക്കോ എന്നും പറഞ്ഞിട്ടാണോ ഇറങ്ങിത്തിരിച്ചത്? പലരും തടഞ്ഞിട്ടും ആക്ഷേപിച്ചിട്ടും പോകരുതെന്ന് പറഞ്ഞിട്ടും വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ടും ഇറക്കി വിട്ടിട്ടും ഈ യേശുവിൻ്റെ കൂടെ പോകാൻ, സ്നാനമേൽക്കാൻ, പെന്തിക്കോസ്തി ചേരാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് അതിന് തക്ക കാര്യം ഉണ്ടായിട്ടല്ലേ? പ്രതിഫലമില്ലാഞ്ഞിട്ടോ വിവരക്കേടോ കാണിച്ചത്? ഇതിനെ പുച്ഛിക്കുന്ന ഒത്തിരി പേരില്ലേ? ഇല്ലേ? ഈവൻ ആഭരണം ഊരിയതിനെ തന്നെ പരിഹസിക്കുന്ന എത്ര ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു വീട്ടിൽ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, അവരിങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആഭരണം ഊരിയത് വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. വീട്ടിൽ കന്യാസ്ത്രീകളുണ്ട്, അച്ഛന്മാരും ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഉത്തരം പറയാൻ നല്ലൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. വാദത്തിന് വേണ്ടി പറയുകയാണ്. ആ വീട്ടുകാരോട് പറയണം, ഒരു കാര്യം ചെയ്യുക, ഞാൻ ആഭരണം ഇടണോ? ഒരു കാര്യം ചെയ്യുക, കന്യാസ്ത്രീയെ കൊണ്ടുപോവാ, കന്യാണി സ്ത്രീയും കൂടെ ആഭരണം ഇടാമെങ്കിൽ ഞാനും ഇടാം എന്ന ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയൂ. ഇടുമോ കന്യാസ്ത്രീ ആഭരണം? ഇടത്തില്ല. അറിയത്തില്ല, കന്യാസ്ത്രീ ആഭരണം ഉപയോഗിക്കില്ല. പെന്തിക്കോസ്തുകാർക്ക് അറിയില്ല ഇതില്ലേ? അറിയണം. ഓൾറൈറ്റ്. എന്തുകൊണ്ടിടില്ല? യേശുവിൻ്റെ മണവാട്ടിയായി തീർന്നു, അതുകൊണ്ട് അവരിടില്ല.
അപ്പം ഈ കത്തോലിക്കരോട് നിങ്ങൾക്കൊരു മറുപടി പറയാൻ കഴിയില്ലേ? ഞാൻ യേശുവിനെ മണവാട്ടിയായി തീരാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇത് ഇട്ടത്. ഇത് പരമനാണക്കേടാന്ന് പറഞ്ഞാൽ ഉത്തരം പറയാനും കൂടി പെന്തിക്കോസ്തുകാരൻ പഠിക്കണം. ആമേൻ. അപ്പോൾ കുഞ്ഞാടിൻ്റെ കാന്തയായി തീരാൻ ഇറങ്ങിത്തിരിച്ച ഈ വഴിക്ക് അങ്ങ് ചെന്നില്ലെങ്കിലോ? ഈ പെട്ട പാടെല്ലാം വെറുതെ ആയില്ലേ? അനുഭവിച്ച ത്യാഗം എല്ലാം വെറുതെ ആയില്ലേ? ആഡംബരം ഉപേക്ഷിച്ചത് വെറുതെ ആയില്ലേ? ലോകമോഹത്തിൽ സിനിമ കാണാം, കള്ളു കുടിക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അതൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതിന് ഒരു പുണ്യം ഉണ്ടാകണമെങ്കിൽ മണവാളം വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോയെങ്കിലല്ലേ ഗുണമുണ്ടാവുള്ളൂ. ഈ മണവാളം കൊണ്ടുപോകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒത്തിരി നേരം പറയാൻ എനിക്ക് നേരമില്ല. ഒത്തിരി നേരം പറയാതെ ഞാൻ ചുരുക്കം പറയാം. നമുക്കറിയാവുന്ന ഭാഷയിൽ, ലളിത ഭാഷയിലാണ് ഞാൻ പറയുന്നത്, പക്ഷേ വേദപുസ്തക ഭാഷയാണ്. കല്യാണം കഴിക്കുമ്പോൾ അവനവന് ചേരുന്ന ഒരു ചെറുക്കൻ വേണം, ചേരുന്ന പെണ്ണ് വേണം എന്ന് നിർബന്ധമില്ലേ? അങ്ങനെയല്ല കല്യാണം. അല്ല, കാണുന്ന ഒരു പെണ്ണിനെ കെട്ടാം എന്ന് പറയുന്ന ഒരുത്തൻ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആ വല്ലതും മദ്യപിച്ചിലേക്കില്ലാതെ നടക്കുന്ന വല്ലതും ജലിപ്പിച്ച് ചെയ്തേക്കാം. അല്ല, സാധാരണ ഏത് മനുഷ്യനും തനിക്ക് ചേരുന്നൊരു പെണ്ണ് വേണം എന്ന് നിർബന്ധമല്ലേ? അതിൻ്റെ യോഗ്യതകളെല്ലാം അങ്ങോട്ട് വിശദീകരിക്കില്ലേ? പെണ്ണിനും അങ്ങനെ തന്നെയല്ലേ? തനിക്ക് ചേരുന്ന ചെറുക്കനെ വേണം എന്നല്ലേ ചിന്ത? അങ്ങനെ ചേരുന്ന ചെറുക്കനെയും പെണ്ണിനെയും കിട്ടാത്തതുകൊണ്ട് കല്യാണം നടക്കാതെ എത്രയോ പേര് കാത്തിരിക്കുന്നു. അപ്പം ചേരുന്നത് വേണം എന്നുള്ളത് സത്യമല്ലേ? അതല്ലേ കല്യാണം? എന്നാലല്ലേ കല്യാണം നേരെയാവൂ. തേരാത്തതും അമ്മി കല്യാണം കഴിച്ച ദിവസവും വഴക്കാവില്ലേ? പ്രശ്നമാവില്ലേ? കുടുംബ പ്രശ്നം ഉണ്ടാവില്ലേ? പിരിയില്ലേ? അടിയുണ്ടാവില്ലേ? അതിനേക്കാൾ നല്ലത് ചേരുന്നതിനെ കെട്ടിയാൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് സത്യമെങ്കിൽ യേശുവിനും ചേരുന്ന കാന്തയെ വേണ്ടേ? വേണ്ടേ? ചേരുന്ന കാന്തയെ വേണ്ടേ? നിങ്ങൾ നോക്കിയാൽ പണം നോക്കും, നിങ്ങൾ നോക്കിയാൽ വിദ്യാഭ്യാസം നോക്കും, നിങ്ങൾ നോക്കിയാൽ കുടുംബം നോക്കും, നിങ്ങൾ ശരീരാകൃതി നോക്കും, സൗന്ദര്യം നോക്കും, ഇതെല്ലാം നിങ്ങൾ നോക്കും. അത് നോക്കിയാൽ നമ്മളെ ആരെയെങ്കിലും എടുക്കാൻ ദൈവത്തിന് പറ്റുമോ? നിങ്ങളുടെ പണം നോക്കിയാൽ അവിടുത്തെ പണവുമായി ഒന്ന് തുലനം ചെയ്താൽ ദൈവത്തിൻ്റെ വീട്ടിൽ കയറാനുള്ള പണം നിങ്ങളുടെ പക്കലുണ്ടോ? ഭൂമിയിലെ ഏതെങ്കിലും പണക്കാരനുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെടുക്കൂ, ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തമാണോ? അല്ലല്ലോ. എന്നാൽ ഈ ചെറുക്കൻ, ഈ മണവാളൻ അവിടുന്ന് പറഞ്ഞ ഭൂമി എൻ്റെ വക, ആകാശം എൻ്റെ വക, സമുദ്രം എൻ്റെ വക, സകല പക്ഷികളും എൻ്റെ വക, സകല ജീവജന്തുക്കളും എൻ്റെ വക. ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ ഇതിനകത്ത് നിക്ഷേപിച്ചു വരിക്കുന്ന സകല സ്വർണവും എൻ്റെ വക, ഇതിനകത്ത് സകല വെള്ളിയും എൻ്റെ വക, ഇതിനകത്ത് സകല മുത്തും എൻ്റെ വക, സകലവും എൻ്റെ വക. അത്രയ്ക്ക് സമ്പന്നനായ ഒരുത്തൻ അതിന് ചേരുന്ന മണവാട്ടി ഭൂമിയിലെവിടെ? ചില ആൾക്ക് വിദ്യാഭ്യാസം ചെയ്താൽ പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ വലിയ മോശമാണ്. അവർക്കെല്ലാം ഗമയ്ക്ക് ജീവിക്കണം, ദൈവം വന്ന് അവരെ സല്യൂട്ട് ചെയ്യണം. അങ്ങനെ കുറേ പഠിച്ചവരുണ്ട്. ആരാധനയ്ക്ക് വന്നിരുന്നാലും വലിയ ഗമയ്ക്കിരിക്കുന്ന കുറേ പേരില്ലേ? പെന്തിക്കോസ്തിലും ഉണ്ടല്ലോ അങ്ങനെ ചില ആളുകൾ. ഒന്ന് നല്ല ഗമയ്ക്കിരിക്കും, ആരെയും മൈൻഡ് ചെയ്യാതെ ദൈവം അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യണമെന്ന് ചിന്തയിലിരിക്കുന്ന ആളുകൾ ഇതിനകത്തുമുണ്ട്. അയ്യോ, എന്തു പഠിച്ചെന്നാണ്? കൂടുതൽ പഠിച്ചാൽ ഇവിടുത്തെ പഠിത്തത്തിൻ്റെ കൂടുതൽ ഒരു PhD അല്ലേ? ആ PhD എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ പഠിക്കാനുള്ള ശ്രമത്തിൻ്റെ ഗവേഷണ വിഭാഗമല്ലേ PhD? അത് അഖിലാണ്ടത്തിലെ മുഴുവൻ കാര്യവും പഠിച്ചോ? ഇല്ലല്ലോ. ഒരു സ്വല്പ സൂത്രമല്ലേ ഈ PhD-കാരൻ പഠിച്ചോളൂ. ഈ അഖിലാണ്ടം ഉണ്ടാക്കിയ, ദൈവമുണ്ടാക്കിയ അഖിലാണ്ടത്തെ ഈ മുഴുവൻ PhD-കാരും പഠിച്ചിട്ടും ഇന്ന് വരെ പഠിച്ചു തീർന്നിട്ടില്ല. അപ്പം ഇത് ഉണ്ടാക്കിയവനാണോ വലുത്, അതോ 10 PhD എടുത്തെന്ന് ഞെളിഞ്ഞിരുന്നാൽ ഈ ഉണ്ടാക്കിയവന് മുമ്പാകെ പോകാൻ കൊള്ളാവുന്ന ഒരുത്തൻ അഖിലാണ്ടത്തിലുണ്ടോ? ഒരു വിദ്യാഭ്യാസമുള്ളവനുണ്ടോ? അവിടുത്തെ ഭയങ്കര ജ്ഞാനത്തിന് മുമ്പാകെ തൊഴുത് കുമ്പിട്ട് നിലത്ത് വീണ് തന്നെത്താൻ സമർപ്പിക്കേണ്ടവനല്ലേ മനുഷ്യൻ? അങ്ങനെ കൂടിയ ഒരുത്തൻ സൗന്ദര്യത്തിൽ ദൈവം തന്ന സൗന്ദര്യത്തിനായി സ്തോത്രം. എന്നാൽ നമ്മളങ്ങനെ അങ്ങ് ഭയങ്കര സൗന്ദര്യക്കാരല്ലല്ലോ. അല്ല, ഭൂമിയിലെ ഏറ്റവും സുന്ദരൻ എന്ന് പറഞ്ഞാലും ദൈവമുണ്ടാക്കിയ സൗന്ദര്യമല്ലേ ഉള്ളൂ. അതെപ്പോഴും തീർന്നു പോകാമല്ലോ. ഒരു സോക്കേട് വന്നാൽ തീരുമല്ലോ, ഒരു സെക്കൻഡ് ഒരു സ്ട്രോക്ക് വന്നാൽ എല്ലാം കൂടെ ഓടിപ്പോകുമല്ലോ. ഇത്രയല്ലേ ഭൂമിയിലെ സൗന്ദര്യം?
ഞാൻ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറയുന്നു, 10,000 അതിസുന്ദരൻ എന്ന് പറഞ്ഞാൽ 10,000 പേരുടെ സൗന്ദര്യം ഒന്നിച്ചിട്ടാലും അവിടുത്തെ സൗന്ദര്യത്തോട് കിടപിടിക്കാൻ പറ്റാത്ത തേജസ്സിന്റെ ദൈവം ജീസസ് നമ്മളെ തൻ്റെ വീട്ടിൽ തൻ്റെ കാന്തയായിട്ടെടുക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ യോഗ്യരായിട്ട് ആരുമില്ലല്ലോ. എന്നാൽ ഒരു യോഗ്യത വെച്ചു, അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടാനും അശുദ്ധി വിട്ട് പാപം വിട്ട് ദൈവത്തോടുകൂടെ ജീവിക്കാനും. മാത്രമല്ല, ഞാൻ പറഞ്ഞാൽ ഒത്തിരി പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തവരാരോ അവരാണ് അവിടുത്തെ കൂടെ പോകുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് മറക്കാത്തവർ, എതിർക്കാത്തവർ, ഇതാണ് എൻ്റെ ഇഷ്ടം എന്ന് അവിടുന്ന് പറയുമ്പോൾ അങ്ങനെ കർത്താവേ ഞാൻ സയാർ ദേ അനുസരിക്കുന്നു എന്ന് പറയുന്നവർ. അതെന്ത് പറഞ്ഞാലും ചിലപ്പോൾ ബുദ്ധിക്കെല്ലാം തിരിയില്ല. കാരണം ലോകം മുഴുവൻ അറിയാനുള്ള കഴിവ് നമുക്കില്ല, ദൈവ ഉദ്ദേശങ്ങളെ മൊത്തം തിരിച്ചറിയാനുള്ള കഴിവില്ല. എന്നാൽ ആ ഉദ്ദേശം ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് സമർപ്പിക്കുന്നവർ. അല്ല, ഇങ്ങനെ കൂടെ ഞാൻ പറയട്ടെ, യേശു തന്നെത്താൻ നമുക്ക് വേണ്ടി തന്നില്ലേ? സ്വർഗത്തിൽ നിന്ന് വലിയ പദവിയെല്ലാം വിട്ടിട്ട് വെറും സാധാരണക്കാരനെ പോലെ ഇറങ്ങി വന്നില്ലേ? ഇത്ര അത്യുന്നതനായ ദൈവത്തെ കണ്ടിട്ട് മനുഷ്യർക്ക് മനസ്സിലായോ? അവിടുന്ന് വലിയ ആളാണെന്ന് മനസ്സിലായോ? കുറേ പേര് ആശാരി ചെറുക്കനല്ലേ വിളിച്ചു. അവിടുത്തെ ആശാരി വീട്ടിൽ ആശാരിയുടെ തൊഴിലായിരുന്നു. അങ്ങനെ അവിടുത്തെ പരസ്യമായിട്ട് വിളിച്ചു. അതിന് യേശു പിണങ്ങിയോ? ആക്ഷേപിച്ചോ? ഇല്ലല്ലോ. അവന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. ഭൂതത്തെ പുറത്താക്കുന്നവനാ. അവിടുത്തെ പുച്ഛിച്ചു, പരിഹസിച്ചു, എല്ലാം സഹിച്ചു. അവിടുത്തെ പിടിച്ചു ആടിച്ചു, കണ്ടമാനം അടിച്ചു. ഈ പുറം മുഴുവൻ തല്ലിക്കീറി, സകല ത്യാഗവും അനുഭവിച്ചു. എന്നിട്ടും ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഈ പാടെല്ലാം കൂടെ പെടാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അവർ പിന്മാറിയോ? അവസാന ആളുകൾ ആക്ഷേപിച്ച് വെല്ലുവിളിച്ചു, നീയാണോ ദൈവപുത്രൻ? നീ ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാ, അപ്പം ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടും കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ തനിക്ക് കഴിവില്ലേ? തനിക്ക് കഴിയും. അവിടുന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? എനിക്ക് വേണമെങ്കിൽ 12 ബറ്റാലിയൻ പട്ടാളത്തെ ഇപ്പം വേണമെങ്കിൽ വിളിക്കാം, ദൈവത്തിൻ്റെ ദൂതന്മാർ പട്ടാളത്തെ. ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ ഒരു രാത്രിയിൽ ഒരു സൈന്യത്തെ മുഴുവൻ നിഗ്രഹിച്ചതാണ് ഒറ്റ ദൂതൻ. 12 ബറ്റാലിയനെ വേണം വിളിക്കാമെന്ന്. എന്നിട്ടോ അത് മാറ്റി വെച്ചിട്ട് നിങ്ങളെ രക്ഷിക്കാൻ, എന്നെ രക്ഷിക്കാൻ, മുഴു ലോകത്തെയും രക്ഷിക്കാൻ തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തവൻ, തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തവൻ, തൻ്റെ സുഖത്തെ ഏൽപ്പിച്ചു കൊടുത്തവൻ, തൻ്റെ മഹത്വത്തെ ഏൽപ്പിച്ചു കൊടുത്തവൻ, അങ്ങനെ നൽകിയവന്റെ മുമ്പാകെ അങ്ങനെ ഒരു സമർപ്പണം വേണ്ടേ? വേണ്ടേ? എന്തുവാ ഒത്തിരി കൂടുതൽ കയ്യിലുള്ളത്? ഇത്രക്കെത്രയല്ലേ ഉള്ളൂ, ദൈവം തന്നല്ലേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. അത് അങ്ങോട്ടൊന്ന് വെച്ചു കൊടുക്കാൻ പറഞ്ഞാൽ എന്താ മടി? എന്താണെന്നേ മടി? നിങ്ങൾ ആലോചിക്കുന്ന ആലോചന നിങ്ങളുടെ ബുദ്ധിക്കെല്ലാം തിരിയുമോ? നാളെ എന്തെല്ലാം സംഭവിക്കുമെന്ന് പറയാൻ നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഭാവിയിൽ എന്തെല്ലാം ഉണ്ടാകുമെന്ന് പറയാൻ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ എല്ലാം പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാൻ അറിയാവുന്ന ഒരുവൻ അഖിലാണ്ടത്ത് കുറേ പറയാം, പക്ഷെ എല്ലാം പറയാൻ അറിയാവുന്ന ഒരുത്തൻ ഭൂമിയിലുണ്ടോ? എന്നാൽ സകലത്തെ ഉണ്ടാക്കിയവൻ, വാക്കുമാറാത്തവൻ, രമഖതനഹതുനിബികസി. ഈ പുസ്തകം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ബുദ്ധിക്ക് തെളിയാത്തതും കാലം കഴിയുമ്പോൾ ശാസ്ത്രം തെളിയിക്കുമ്പോൾ ഇത് മുഴുവൻ സത്യമാണെന്ന് തെളിഞ്ഞു വരുന്ന ഇക്കാലം, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ശാസ്ത്രം ഈ പുസ്തകത്തെ തെറ്റെന്ന് തെളിയിക്കുവാൻ കഴിയാതെ ഓരോന്നോരോന്ന് സത്യമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനായവൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മൊത്തം കൊടുത്ത്, ജീവിതത്തെ സമർപ്പിച്ച്, ശരീരത്തെ കൊടുത്ത്, പണത്തെ കൊടുത്ത്, മക്കളെ കൊടുത്ത്, സകലവും കൊടുത്ത് ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നതല്ലേ ന്യായം? അങ്ങനെ ഒരു കാന്തയെ ചേർക്കാൻ വരും. ആ കാന്ത സ്വല്പം കുറവുണ്ടെങ്കിൽ അതും തിരുത്താൻ പറയും. അതാണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായം. സ്വല്പം കുറവുണ്ടെങ്കിൽ അതും തിരുത്തിയിട്ട് വരണം. കുറവുള്ളൊരു കാന്ത അവിടത്തേക്ക് വേണ്ട. കാരണം അവിടുന്ന് പൂർണ്ണൻ,
തന്നെയല്ല, ഈ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വന്ന് ഞാൻ നിർത്തട്ടെ. സ്വർഗത്തിൽ നിന്ന് വിളിച്ചു കാണിക്കുക, ബാ കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അത്ര അഭിമാനമുള്ളൊരു കാര്യം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു ദിവസം ക്രൂശിലേക്ക് പോയവൻ, ലോകം മുഴുവൻ പരിഹസിച്ചവൻ, എല്ലാവരും നിന്ദിച്ചവൻ, ഒരു ദിവസം വരുന്നു ജയാളിയായി. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണത്തക്കവണ്ണം. ആ ദിവസം ഈ ദിവസമാണ്. സകലരും കാണത്തക്കവണ്ണം ഒരു ദിവസം ഇറങ്ങി വരും. നിങ്ങൾ യേശുവിനെ പിൻപറ്റിയപ്പോ ആക്ഷേപിച്ചവർ, ഇന്നും കളിയാക്കുന്നവർ, നിങ്ങൾക്ക് വലിയ മാനം തരാത്തവർ, അതല്ലേ സത്യദൈവജനത്തിന് ലോകം അധികം മാനം കൊടുക്കില്ല. ലോകത്തിന്റെ രീതിക്ക് പോകുന്നവരെ മാത്രമേ ലോകം മാനിക്കൂ. അങ്ങനെ നിങ്ങളെ പുച്ഛിക്കുന്നവർ ഒരു ദിവസം മഹത്വത്തിൽ ഇറങ്ങി വരുന്നു, തേജസ്സോടെ ഇറങ്ങി വരുന്നു, സകല മനുഷ്യരും കാണുക ഇറങ്ങി വരുന്നു. ആ ദിവസം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന്റെ ദിവസം എന്നാണ് വിളിക്കുന്നത്. അന്നത്തെ ശോഭ കാണുമ്പോ, ഈ പുസ്തകം പറയുന്ന ഭാഷ ഞാൻ പറയാണ്, സൂര്യന് പോലും നാണം തോന്നും. അങ്ങനെയാണ് ഈ പുസ്തകത്തിന്റെ ഭാഷ. കാരണം ഇന്ന് നമ്മളെ കാണണമെങ്കിൽ വെട്ടം വേണം. എന്നാൽ അന്ന് സൂര്യനേക്കാൾ വെളിച്ചത്തിൽ നിൽക്കുന്ന ദൈവജനത്തെ കാണുമ്പോൾ സൂര്യൻ നാണിച്ചിട്ട് പറയും, അയ്യോ ഇതെന്തൊരു കാര്യം. സ്വർഗത്തിലെ ദൂതന്മാരെന്ത് പറയുമെന്നറിയാവോ? യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അവർക്കെല്ലാത്തിൻ്റെയും മർമ്മങ്ങൾ അറിയില്ല. കുറേ കാര്യം അവർക്കറിയാം, മനുഷ്യരെക്കാൾ കാര്യം അവർക്കറിയാം, എന്നാൽ എല്ലാത്തിൻ്റെയും മർമ്മം അറിയില്ല. അന്ന് ആ ക്രൂശിൽ മരിച്ച് സൂര്യൻ ഇരുണ്ടുപോയ ദിവസം അവർക്കതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ ഒരു ദിവസം വരുന്നു, കോടി കോടി മനുഷ്യർ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് പറന്നാകാശ മണ്ഡലത്തിലേക്ക്, നീ ഇവിടെ കയറുന്നത് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ഇറക്കിവിട്ട തോട്ടത്തിൽ, കേവലം ആട്ടത്തോട്ടത്തിലല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ മഹത്വത്തോടെ കയറി വരുമ്പോ സ്വർഗത്തിലെ ആർപ്പ് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ദൂതന്മാരുടെ ആർപ്പ് വിളി നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? മുഴു സ്വർഗവും വിളിച്ചു പറയാണ്, സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്ക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. മുഴു സ്വർഗവും ആനന്ദിച്ചുല്ലസിക്കുന്ന ദിവസം എന്തെന്നറിയാമോ? നിങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുന്ന ദിവസം, ഞാൻ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുന്ന ദിവസം. മുഴു സ്വർഗവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങളെ നോക്കി സ്വർഗം കാത്തിരിക്കുന്നു, എന്നെ നോക്കി സ്വർഗം കാത്തിരിക്കുന്നു. ഈ മണ്ണിന്റെ താഴ്ച മാറി, ഈ പരിമിതികൾ മാറി അവിടേക്ക് ചെല്ലാൻ. പക്ഷെ അങ്ങനെ പോണമോ? ഒന്നുകൂടെ ഞാൻ പറയുന്നു, തക്ക കാന്തയ്ക്ക് പറ്റൂ. കുറവുള്ളതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ കൊണ്ട് നിർത്തി വെച്ച ആളുകൾ വന്ന് നോക്കി വെച്ചേ മോശം എന്ന് പറയുന്നുണ്ടാവില്ല. കണ്ടാൽ വിളിച്ചു കാണിക്കാൻ കൊള്ളാവുന്ന മഹത്വത്തിന്റെ കാന്ത, അതാണ് യേശുവിൻ്റെ സത്യജനം. ഞാൻ ഇന്ന് പകൽ ഇത് വിളിച്ചു പറഞ്ഞു നിർത്തട്ടെ. മുഴു ലോകവുമേ, മുഴു ദേശവുമേ, മുഴു മനുഷ്യരെ, നിങ്ങളെ ഭൂമിയിൽ താമസിക്കാൻ മാത്രം ഉണ്ടാക്കിയതല്ല. ഭൂമിയിലെ താമസം കുറെ കാലത്തേക്ക് ഉള്ളൂ എന്ന് നമുക്കറിയാം. ഇവിടുത്തെ താമസം കഴിഞ്ഞാൽ പിന്നൊരു താമസമുണ്ട്. ആ താമസം ദൈവത്തിൻ്റെ കൂടെ പോയി താമസിക്കാൻ മനുഷ്യരെ വിളിക്കുന്നതാണ് യേശുവിൻ്റെ സുവിശേഷം. അതിന് മനുഷ്യരെ പ്രാപ്തിപ്പെടുത്തുന്നതാണ് യേശുവിൻ്റെ സുവിശേഷം. ഇതിനകത്ത് രണ്ട് പക്ഷം വേണ്ട. ഈ അനുഭവത്തിൽ വന്നാൽ ഇതിനകത്തിരുന്നോണ്ട് ഇതിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയും, നീ ദൈവത്തിൻ്റെ പൈതലാണെന്ന് മാത്രമല്ല, ദൈവശബ്ദം കേൾപ്പിക്കും. ദൈവിക ദൂതുകൾ വിളിച്ചു പറയും. ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തി തരും. വരാൻ പോകുന്ന തകരാറുകൾ ആത്മാവ് കാണിച്ചു തരും. പിശാചി ശല്യത്തിനും നാശത്തിനും വന്നാൽ അത് വെളിപ്പെടുത്തി തരും. വെളിപ്പെടുത്തുമെന്ന് മാത്രമല്ല, അതിനെ തകർത്ത് കളയാനുള്ള ആത്മശക്തി നൽകി. നിങ്ങൾ എഴുന്നേറ്റ്, ഞാൻ വേഗം നിർത്തുന്നു, ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിൻ്റെ ശക്തികളെ അഴിച്ചു കളഞ്ഞ്, ലോകമേ നിനക്കെന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല, പാതാളമേ നിനക്കെന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല, പിശാചേ നീ എന്തെല്ലാം ശല്യം ചെയ്താലും ദോഷം ചെയ്താലും കേടുവരുത്താൻ വന്നാലും നിനക്കെന്നെ നിർത്താൻ പറ്റില്ല. ഞാൻ യേശുവിൻ്റെ കാന്ത, യേശുവിൻ്റെ കൂടെ പോകുന്നു, അവൻ്റെ കൂടെ നിത്യം പോകുമെന്ന് പറഞ്ഞ് പിശാചിന്റെ ശക്തികളെ വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകുന്നൊരു സേന, കുറവില്ലാത്തൊരു സേന. അതാണോ നമ്മൾ? ഉള്ള കുറവൊന്ന് പരിഹരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുവോ? ആത്മാവ് പറയുന്ന അന്നേരം
സമർപ്പിച്ചു കൊടുക്കുമോ? ഈ പുസ്തകം വെളിപ്പെടുത്തുന്ന സത്യത്തിന് പിന്നീട് ഒരു ദിവസം കാത്തു നിൽക്കാതെ പറഞ്ഞാലുടൻ, ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ സമർപ്പിച്ച് നേരെ ദൈവം നോക്കുമ്പോൾ വെരി ഗുഡ് എന്ന് നമ്മളോട് പറയത്തക്കവണ്ണം, നന്നായിരിക്കുന്നു എന്ന് നമ്മൾ പറയത്തക്കവണ്ണം ഒരുങ്ങി നിൽക്കുന്നതാണ് അവൻ്റെ കാന്ത. അതാണ് സത്യസഭ, അതാണ് ദൈവത്തിൻ്റെ ജനം. നിങ്ങൾ അവൻ്റെ കാന്ത. അതുപോലൊരു പദവി വേറെ ഉണ്ടോ? ഒരു പുരുഷൻ്റെ ഭാര്യയുടെ അത്രയും വലിപ്പം തന്നെ സംബന്ധിച്ചോളം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അത് മഹാരാജാവായ ഒരുത്തൻ്റെ കാന്ത എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടിയൊരു പദവി അഖിലാണ്ടത്തിൽ വേറുണ്ടോ? ഒരു സ്ഥാനമുണ്ടോ? ഒരുങ്ങുമോ? സമർപ്പിക്കുമോ? ബൂത് ഒന്നുകൂടെ പറയുന്നു, കാന്തം വരുമ്പോൾ, യേശു വരും, കൊണ്ടുപോകാൻ വരുമ്പോൾ പോകാൻ റെഡിയാണോ? എപ്പോഴും റെഡിയാണോ? അവൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഒരു മിനിറ്റ് ഒന്ന് തലവണക്കോ? ഈ വലിയ ദൈവിക ദാനത്തിന് ഒന്ന് നന്ദി പറഞ്ഞ് ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിച്ച്, കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തോട് ഒരിക്കലും ഞാൻ എതിർക്കില്ല, വിയോജിക്കില്ല. അങ്ങയ്ക്കായി എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ശരീരത്തെ ഏൽപ്പിക്കുന്നു, എൻ്റെ ബുദ്ധിയെ ഏൽപ്പിക്കുന്നു, എൻ്റെ പണത്തെ ഏൽപ്പിക്കുന്നു, എൻ്റെ വിദ്യാഭ്യാസത്തെ ഏൽപ്പിക്കുന്നു, എൻ്റെ കഴിവുകളെ ഏൽപ്പിക്കുന്നു, എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു, എൻ്റെ സ്വത്തിനെ സമർപ്പിക്കുന്നു, എല്ലാം അർപ്പിക്കുന്നു.